ഗും ഗുരുഭ്യോ നമ. ഗം ഗണപതയേ നമ. സം സരസ്വത്യൈ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 43. തൃണാവർത്തവധം. ത്വമേകദാ ഗുരുമരുൾപുരനാഥവോടും ഗാഠാതിരൂഢഗരിമാണമപാരയന്തി മാതാനിധായ ശയനേ കിമിദം വദേതി ധ്യായന്ത്യജ്യേഷ്ഠതഗൃഹേഷു നിവിഷ്ടശങ്ക. ഗുരുമരുത്പുരനാഥ, അതായത് ഗുരുവായൂരപ്പ. ഏകദാ മാതാ, ഏകദ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ. മാതാ അമ്മ, അതായത് ഭഗവാന്റെ അമ്മ ഒരിക്കൽ. ഈ പറയുന്ന കഥയെല്ലാം നാരായണീയത്തിലെല്ലാം ഭഗവാനെ, ഗുരുവായൂരപ്പനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് മിക്ക ശ്ലോകങ്ങളിൽ ഗുരുവായൂരപ്പ, ഭഗവാനെ എന്നുള്ള സംബോധനയുണ്ട്. അതാണ് ഗുരുമരുത്പുരനാഥ. ഗുരുമരുത്പുരനാഥ ഏകദാ മാതാ ഗാഠാധിരൂഢഗരിമാണം ത്വാം ഓഢും അപാരയന്തി. ഗാഠാധിരൂഢ ഗരിമാണം, അതായത് ഗരിമാണം എന്ന് പറഞ്ഞാൽ ഭാരം. ഭഗവാന്റെ ഭാരം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതായിട്ട്, ഒരിക്കൽ ഭഗവാനെ മടിയിൽ വെച്ചുകൊണ്ട് അമ്മ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുട്ടിക്ക് ഭാരം കൂടി വരുന്നതായിട്ട് തോന്നി. അതാണ് ഗരിമാണം എന്ന് പറഞ്ഞാൽ ഭാരം. ഗാഠാധിരൂഢ എന്ന് പറഞ്ഞാൽ ഭാരം വർദ്ധിച്ചു വരുന്നതായിട്ട് തോന്നി. അപാരയന്തി, ഓഢും അപാരയന്തി. ഓഢും എന്ന് പറഞ്ഞാൽ എടുക്കാൻ വിഷമമുള്ളതുപോലെ. ഭാരം കൂടുന്നതനുസരിച്ച് നമുക്ക് വിഷമം കൂടുമല്ലോ. സാധാരണ ഒരു നാടൻ പറച്ചിലിൽ പറയാറുണ്ട്, കുട്ടിക്ക് നാവും ദോഷം ഉണ്ടെങ്കിൽ അങ്ങനെ കുട്ടിയെടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ കൈ കഴയ്ക്കും. അതുപോലെ മുടിക്കൊക്കെ നാവും ദോഷം ഉണ്ടെങ്കിൽ മുടി കെട്ടുമ്പോൾ കൈ കഴയ്ക്കും. അതുപോലെയുള്ള ഒരു നാവും ദോഷമോ കണ്ണ് കിട്ടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ എന്ന് അമ്മ ശങ്കിച്ചു. ശയനേ നിധായ ഇദം കിം ബദ ഇതി നിവിഷ്ടശങ്ക. അങ്ങനെ ഭാരം വർദ്ധിച്ചതുപോലെ തോന്നിയതുകൊണ്ട് ശയനേ നിധായ, ശയനേ എന്ന് പറഞ്ഞാൽ കിടക്കയിൽ, നിധായ കിടത്തിയിട്ട്, ഇദം കിം ബദ എന്താണ് ഇങ്ങനെ സംഭവിച്ചത്, ഇതി നിവിഷ്ടശങ്ക ഇതെന്തുകൊണ്ടായിരിക്കും എന്നിങ്ങനെ ശങ്ക, സംശയിച്ചു. ധ്യായന്തി ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട്, ഈശ്വരനെ വിചാരിച്ചുകൊണ്ട്, ഗൃഹേഷു അചേഷ്ടത. ഗൃഹേഷു എന്ന് പറഞ്ഞാൽ ഗൃഹകാര്യങ്ങളിൽ, വീട്ടുകാര്യങ്ങളിൽ മുഴുകി വീട്ടിലെ പ്രവർത്തികൾ ചെയ്യാനായിട്ട് വീട്ടിലെ പ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ മനസ്സ് ഭഗവാനിലായിരുന്നു. കുഞ്ഞിന് എന്താണൊരു സാധാരണമല്ലാതെ ഒരു അവസ്ഥ, അതായത് ഇത്രയ്ക്ക് ഭാരമൊന്നും തോന്നാറില്ല. കുഞ്ഞിനെ എടുക്കുമ്പോൾ കനക്കൂടുതൽ തോന്നുന്നു. എന്തുകൊണ്ടായിരിക്കും എന്നിങ്ങനെ അമ്മ ശങ്കിച്ചുകൊണ്ടിരുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്കിനി അടുത്ത ശ്ലോകം നോക്കാം. താവൽ വിദൂരമുപകർണിതഘോരഘോഷ വ്യാജം വിഭ്രാംസുപടലേ പരിപൂരിതാശാം വാത്യാവപുസ്സകില ദൈത്യവരസ്തൃണാവർത്താഖ്യോ ജഹാര ജനമാനസ ഹാരിണം ദ്വാം. താവത് എന്ന് പറഞ്ഞാൽ അപ്പോൾ, ആ സമയം. വിദൂരമുപകർണിത ഘോരഘോഷ വ്യാജൃംഭി പാംസുപടലീ പരിപൂരിതാശ. വിദൂരം എന്ന് പറഞ്ഞാല് വളരെ ദൂരെ നിന്നും, ഉപകർണിത കേൾക്കാനിടയായി. എന്താണ്? ഘോരഘോഷ വ്യാജൃംഭി പാംസുപടലീ പരിപൂരിതാശ. ഘോരഘോഷം, ഭയങ്കരമായ ശബ്ദം. ഘോരം എന്ന് പറഞ്ഞാൽ ഭയങ്കരം, ഘോഷം ശബ്ദം. വ്യാജൃംഭി പാംസുപടലി, പാംസു എന്ന് പറഞ്ഞാൽ പൊടി നിറഞ്ഞതായിട്ട്. വ്യാജൃംഭിക്കുക എന്ന് പറഞ്ഞാൽ പൊടി നിറയുക, പൊടി നിറഞ്ഞ്, പാംസുപടലി ധാരാളം പൊടി അങ്ങനെ നിറഞ്ഞിട്ട്. പരിപൂരിത ആശ, ആശ എന്ന് പറഞ്ഞ ദിക്കുകൾ മുഴുവനും നിറഞ്ഞ് പൊടി കൊണ്ടങ്ങനെ മൂടി, ദിക്കുകളൊക്കെ
പൊടി കൊണ്ട് നിറഞ്ഞു. വാത്യാവപു, വാദം എന്ന് പറഞ്ഞാല് കാറ്റ് എന്നർത്ഥമുണ്ട്. വാത്യാവപു അതായത് കാറ്റിന്റെ ശരീരം. വപുസ് എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥം. കാറ്റിന് ശരീരമുണ്ടോ? ശരിക്കും കാറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാറ്റിന്റെ സാന്നിധ്യം കൊണ്ട് ഉണ്ടാവുന്ന മാറ്റം നമുക്ക് കാണാം. ഇപ്പൊ ഒരു ചെടികളോ മരങ്ങളോ ഒക്കെ നിൽക്കുന്നിടത്ത് കാറ്റ് വന്നാൽ അതിന്റെ ചലനം കൊണ്ട് നമുക്ക് കാറ്റുണ്ടായി എന്ന് മനസ്സിലാക്കാം എന്നല്ലാതെ കാറ്റിന് ആകൃതിയില്ല. പക്ഷെ ഈ കാറ്റ് വെറും കാറ്റല്ല. എന്താണ്? തൃണാവർത്തം ആയിട്ടുള്ള കാറ്റാണ്. അതായത് ചുഴലിക്കാറ്റാണ്. തൃണം എന്ന് പറഞ്ഞാൽ പുല്ലിനെ പോലും പറിച്ചെടുത്ത് ചുഴറ്റി വട്ടം കറക്കിയിട്ട് മുകളിലേക്ക് കൊണ്ടുപോകും. അതാണ്. അതിനുള്ളിൽ പെടുന്ന ജീവികൾ എന്തെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ കറക്കത്തിന്റെ ഇടയിൽ ഈ പൊടിയെല്ലാം കൂടെ ഏറ്റിട്ട് ചത്തുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഭയങ്കര ചുഴലിക്കാറ്റൊക്കെ വന്നിട്ട് വീടുകളും മരങ്ങളും ഒക്കെ കടപുഴകി പോകാറുണ്ടല്ലോ. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചത്. ഒരു ചുഴലിക്കാറ്റിന്റെ രൂപത്തിലാണ് വന്നത്. ആരാണ് വന്നത്? സകില ദൈത്യവര. ദൈത്യൻ എന്ന് പറഞ്ഞാല് അസുരൻ. ദൈത്യവരൻ എന്ന് പറഞ്ഞാല് അസുരവീരൻ. ഒരു അസുരവീരൻ. അതായത് ഈ അസുരന്മാരൊക്കെ കംസൻ പറഞ്ഞയച്ചു വന്നിട്ടുള്ളതാണ്. അവന്റെ ശരീരം എന്ന് പറഞ്ഞാൽ അവൻ ഒരു ചുഴലിക്കാറ്റിന്റെ ശരീരത്തോടെയാണ് എത്തിയത്. ചുഴലിക്കാറ്റിന്റെ ശരീരം ധരിച്ചാണ്, അല്ലെ ചുഴലിക്കാറ്റിന്റെ രൂപത്തിലാണ് വന്നത്. ജനമാനസഹാരിണം ത്വാം ജഹാര. അങ്ങൊരു ഹരിക്കുന്നയാളാണ്. എന്താണ് ഹരിക്കണത്? ജനമാനസം, ജനങ്ങളുടെ മനസ്സിനെ ഹരിക്കുന്നവനാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങയെ ഹരിക്കാനായിട്ട് വന്നവനാണവൻ. ത്വാം ജഹാര, അങ്ങയെ അപഹരിച്ചു. അപഹരിക്കുന്നവനായ അങ്ങയെ അവൻ അപഹരിച്ചു. അതാണ് അതിൻ്റെ ആ പദപ്രയോഗത്തിന്റെ ഒരു ഭംഗി. രണ്ടുപേരും ഹരിക്കുന്നവരാണ്. ഭഗവാൻ ജനങ്ങളുടെ മനസ്സാണ് ഹരിക്കുന്നതെങ്കിൽ ഈ അസുരൻ അങ്ങയെ, ജനങ്ങളുടെ മനസ്സിനെ അപഹരിക്കുന്ന അങ്ങയെ അപഹരിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. അതാണ് ഈ ശ്ലോകത്തിൽ അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ദൃഷ്ടിപാദേ ദൃഷ്ടും കിമപ്യകുശലേ പശുപാലലോകേ ആ ബാലകസ്യ കിമിതി ത്വദുപാന്തമാപ്ത മാതാ ഭവന്തമവിലോക്യ വൃശം രുരോധ. ഉദ്ദാമ പാംസു. പാംസു എന്ന് പറഞ്ഞാൽ പൊടി എന്ന് തന്നെയാണ് അർത്ഥം. ഉയർന്നു പൊങ്ങുന്ന പൊടി. ഉദ്ദാമ പാംസു തിമിരാഹത ദൃഷ്ടിപാതേ പശുപാലലോകേ. എല്ലായിടത്തും പൊടിപടലങ്ങൾ നിറഞ്ഞ് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്കെല്ലാം തിമിരം ബാധിച്ചതുപോലെയായി. കണ്ണിന് തിമിരം ബാധിച്ചാൽ കാഴ്ച മങ്ങും. അതുപോലെയാണ് ഇവിടെ ഈ പൊടിപടലം അങ്ങനെ ഉയർന്നു പൊങ്ങിയിട്ട് ഒന്നും കാണാൻ പറ്റാതെയായി. ആൾക്കാർക്ക് ഒന്നും കാണാൻ പറ്റാതെയായി. കിമപി ദൃഷ്ടും അകുശലേ. കണ്ണു കാണാത്തവരായി തീർന്നു അവരെല്ലാം. കിമപി ഒന്നും, ദൃഷ്ടും കാണാനായിട്ട്, അകുശലേ. കുശലൻ എന്ന് പറഞ്ഞാൽ സാമർഥ്യമുള്ളവൻ, അകുശലൻ എന്ന് പറഞ്ഞാൽ സാമർഥ്യം ഇല്ലാത്തവൻ. എല്ലാവർക്കും കാണാനുള്ള ആ സാമർഥ്യമൊക്കെ നഷ്ടപ്പെട്ടു ഈ തിമിരം ബാധിച്ചത് കൊണ്ട്. തിമിരം പോലെ പൊടി പറന്നുയർന്നത് കൊണ്ട് ഒന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയായി. ഹാ ബാലകസ്യ കിം ഇതി ത്വദുപാന്തമാപ്ത മാതാ. ഹാ ബാലകസ്യ കിം, ബാലകൻ എന്ത് സംഭവിച്ചു എന്ന് വിചാരിച്ച് അമ്മ ഓടി ത്വദുപാന്തം. ഇതി ത്വദുപാന്തം. ഉപാന്തം എന്ന് പറഞ്ഞാൽ സമീപം, അടുത്ത്, അങ്ങയുടെ അടുത്ത്. ത്വദുപാന്തം, ത്വത് എന്ന് പറഞ്ഞാൽ അങ്ങയുടെ, ഉപാന്തം അടുത്ത്, അങ്ങയുടെ അടുത്ത്, അങ്ങയെ കിടത്തിയിരുന്ന സ്ഥലത്ത് വന്നു നോക്കി. ആപ്ത, മാതാ. അങ്ങനെ അമ്മ അവിടെ വന്നു നോക്കിയപ്പോ എന്താണ്? ഭവന്തം അവിലോക്യ. ഭവന്തം, അങ്ങയെ, അവിലോക്യ, അവിടെ ഉണ്ടായിരുന്നില്ല, കാണാഞ്ഞ്. അവിടെ കാണാഞ്ഞ്, കിടത്തിയെടുത്ത് കുഞ്ഞിനെ കാണുന്നില്ല. ഭൃശം രുരോധ, ഉറക്കെ അങ്ങ് കരഞ്ഞു. ഭൃശം എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ട് കരഞ്ഞു. കുഞ്ഞിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഉറക്കെ കരഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നോക്കാം.
താവത് സദാനവരോപി ച ദീനമൂർത്തി ഭാവത്കഭാരപരിധാരണലൂനവേഗ സങ്കോചമാപതനുക്ഷതപം സുഘോഷേ ഘോഷേ വ്യതായത ഭവജ്ജനനീനിനാദ. താവത് താവത് എന്ന് പറഞ്ഞ അപ്പോൾ സദാനവരഹ ആ ദൈത്യ വീരൻ, അതായത് അസുരവീരൻ, അപി ച ലൂനവേഗ അങ്ങക്ക് ഭാരം വർദ്ധിച്ചതിനാൽ അവന്റെ വേഗത കുറഞ്ഞു. ലൂനവേഗം, ലൂനം എന്ന് പറഞ്ഞാൽ കുറയുക. എന്താണ് കുറഞ്ഞത്? വേഗത കുറഞ്ഞു. അങ്ങയുടെ ഭാരം നേരത്തെ തന്നെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു അത്. അതാണ് പിന്നെ അമ്മയെ ഇതിലൊന്നും പെടുത്തണ്ട എന്ന് വിചാരിച്ച് അമ്മ ഇവിടെ കിടത്തിപ്പോയിക്കോട്ടെ എന്നോർത്തായിരുന്നു നേരത്തെ തന്നെ കുറേശ്ശെയായിട്ട് ഭാരം വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ അസുരൻ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഭാരം പിന്നെയും അങ്ങ് വർദ്ധിപ്പിച്ചു. അപ്പോഴെന്ത് സംഭവിച്ചു? അവന്റെ വേഗത, ഭാരം കൂടിയാൽ വേഗത കുറയും. അപ്പോ കുട്ടിയുടെ ഭാരം കൂടിയപ്പോൾ അവന്റെ വേഗത കുറഞ്ഞു. ലൂനവേഗ. ദീനമൂർത്തി സങ്കോചമാപ, അവന് ക്ഷീണവുമായി. ദീനമൂർത്തി, അതായത് അവന്റെ ദേഹമൊക്കെ ക്ഷീണിച്ചു. മൂർത്തി എന്ന് പറഞ്ഞ ശരീരം. ആ ശരീരം, അവന്റെ ദേഹം ക്ഷീണിച്ചു. സങ്കോചം ആപ, കാറ്റിന്റെ ശക്തിയും കുറഞ്ഞു. വീര്യము നല്ല വീരനൊക്കെ ആയിരുന്നു. ഇപ്പോ കുഞ്ഞിന്റെ ഭാരം കൂടി വന്ന, അങ്ങയുടെ ഭാരം കൂടി വന്നത് അനുസരിച്ച് അവന്റെ ദേഹം ക്ഷീണിച്ചു. അപ്പോൾ ആ കാറ്റിന്റെ ശക്തിയൊക്കെ കുറഞ്ഞു. തദനുക്ഷതപാം സുഘോഷേ, കാറ്റും പൊടിപടലങ്ങളും മറ്റും അടങ്ങി. കാറ്റിന്റെ ശക്തി കുറഞ്ഞപ്പോ പൊടിപടലമൊക്കെ അടങ്ങി. ഘോഷേ ഭവജ്ജനനീ നിനാദ യഥായഥ. ഘോഷം എന്ന് പറഞ്ഞാല് ഗോകുലം. ഗോകുലത്തിൽ നിന്ന് അങ്ങയുടെ അമ്മയുടെ ദീനമായ നിലവിളി മാത്രം എങ്ങും മുഴങ്ങി കേട്ടു. കാറ്റിന്റെ ശബ്ദവും ബഹളവും ഒക്കെ നിന്നപ്പോ ആ കരച്ചില് നല്ല വ്യക്തമായിട്ട് എല്ലാവർക്കും കേൾക്കാൻ സാധിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ചോദോപകർണനവശാദുപഗമ്യഗേഹം ക്രന്ദൽസുനന്ദമുഖഗോപകുലേഷു ദീന ത്വാം ദാനവസ്ത്വഖിലമുക്തികരം മുമുക്ഷു ത്വയ്യപ്രമുഞ്ജതി പപാദവിയത് പ്രദേശാത്. രോദോപകർണനവശാത് ഗേഹമുപഗമ്യ, യശോദയുടെ നിലവിളി കേട്ടതോടെ വേഗം നന്ദഗോപ ഗൃഹത്തിലേക്ക് എല്ലാവരും വന്നു. നന്ദമുഖ ഗോപകുലേഷു ക്രന്ദൽസു ദീനഃ ദാനവഃ തു. നന്ദമുഖ ഗോപകുലേഷു, ഗോകുലത്തിലെ ജനങ്ങളെല്ലാം, നന്ദൻ തുടങ്ങിയുള്ള ജനങ്ങളെല്ലാം കരഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ക്രന്ദൽസു, ക്ഷീണിച്ച തൃണാവർത്തനാകട്ടെ, ദീനഃ ദാനവഃ തു, ദീനനായ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചവനായ ദാനവൻ, അസുരനാവട്ടെ എന്തു ചെയ്തു? അഖിലമുക്തികരം ത്വാം മുമുക്ഷുഹു. അഖിലമുക്തികരം, എല്ലാവർക്കും മുക്തിയെ നൽകുന്നവൻ, മോക്ഷം നൽകുന്നവൻ. മുക്തികരൻ, എല്ലാവർക്കും മോക്ഷം നൽകുന്നവനായ ത്വാം, അങ്ങയുടെ പിടിവിടുവിക്കാനായി അങ്ങയെ മോചിപ്പിക്കുവാൻ വളരെ ഉത്സാഹിച്ചു. ആദ്യം കുഞ്ഞിനെ മുറുക്ക പിടിച്ച് പൊക്കിയെടുത്തോണ്ട് പോയവനാണ്. ഭഗവാന്റെ ഭാരം സഹിക്കവയ്യാതെയായി ക്ഷീണിച്ച് അവശനായപ്പോൾ കുഞ്ഞിന്റെ പിടി വിടുവിക്കാൻ ശ്രമിച്ചെങ്കിലും ത്വയി അപ്രമുഞ്ചതി, അസുരന് വിടുവിക്കുവാനായി കഴിയാതായപ്പോൾ വിയത് പ്രദേശാത് പപാത, തളർന്ന് ആകാശത്ത് നിന്ന് താഴെ വീണു. ഭഗവാന്റെ പാദം പിടിച്ചാൽ, അല്ലെ ഭഗവാനെ ആശ്രയിച്ചാൽ പിന്നെ ഭഗവാൻ നമ്മളെ കൈവിടിയില്ല. അതാണ്, നമ്മൾ വേണ്ടെന്ന് വെച്ചാലും ഭഗവാൻ നമ്മളെ വിടുകയില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ഗോദാകുലസ്തദനുഗോപഗണാബഹിഷ്ട പാഷാണപൃഷ്ടഭുവിദേഹമതിസ്തവിഷ്ടം പ്രൈച്ഛന്തഹന്തനിപതന്തമമുഷ്യ വക്ഷസി
അക്ഷീണമേവ ച ഭവന്തമലം ഹസന്തം. തദനു രോദാകുലാഹ ഗോപഗണാഹ. ദുഃഖിച്ചു കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോകുലവാസികളെല്ലാം തന്നെ രോദാകുലാഹ, ദുഃഖിച്ചു കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോപഗണങ്ങൾ, ഗോപന്മാര്. ബഹിഷ്ഠപാഷാണ പൃഷ്ഠഭുവി. ഗോകുലത്തിലെ വീടുകൾക്ക് പുറത്തുള്ള ഒരു പാറപ്പുറത്ത്. ബഹിഷ്ഠ പാഷാണം, പാഷാണം എന്ന് പറഞ്ഞ പാറ, കല്ല്. പൃഷ്ഠഭുവി, അതിന്റെ പുറത്ത്. പൃഷ്ഠം എന്ന് പറഞ്ഞ പുറം ഭാഗം. അതിസ്ഥവിഷ്ടം ദേഹം നിപതന്തം പ്രൈച്ഛന്ത. വളരെ വലുതായ അസുര ശരീരം വീഴുന്നത് കണ്ടു. അതിസ്ഥവിഷ്ടം ദേഹം. നേരത്തെ ശരിക്ക് ഈ തൃണാവർത്തന്റെ ദേഹം കാണാൻ സാധിക്കുമായിരുന്നില്ല. ഈ പൊടിപടലെല്ലാം കൂടെ വട്ടം കറങ്ങി പോകുന്നത് ചുഴലിക്കാറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാമെന്നേ ഉള്ളൂ. അല്ലാതെ ദേഹം കാണാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവന്റെ ജീവൻ പോയി കഴിഞ്ഞപ്പോൾ ആ വലിയ ശരീരം കാണാൻ സാധിച്ചു. അതൊരു പാറപ്പുറത്ത് വന്ന് വീഴുന്നത് അവര് കണ്ടു. അമുഷ്യ വക്ഷസി, അവന്റെ നെഞ്ചിൽ, വക്ഷസ് എന്ന് പറഞ്ഞാൽ നെഞ്ച്, അക്ഷീണമേവ അലം ഹസന്തം, ഒരു ക്ഷീണവുമില്ലാതെ ഇരിക്കുന്ന, പുഞ്ചിരിക്കുന്ന. അലം ഹസന്തം, ഹസന്തം എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുന്ന. ഭവന്തം ച ഹന്ത. അങ്ങയെ കണ്ടതോടെ എല്ലാവരും ദുഃഖം വിട്ട് സന്തോഷിക്കുകയും ചെയ്തു. അവൻ ക്ഷീണിച്ച് ജീവൻ പോയിട്ടാണ് വീഴുന്നത്. പക്ഷെ ഭഗവാൻ ഒരു ക്ഷീണവും ഉണ്ടായില്ല. ഭഗവാൻ അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടാണ് അവന്റെ നെഞ്ചില് കിടക്കുന്നതായിട്ട് അവർക്ക് കാണാൻ സാധിച്ചത്. ആ പുഞ്ചിരി കണ്ടതോടെ അവരുടെ ദുഃഖം എല്ലാം മാഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ഗ്രാവപ്രഭാത പരിപൃഷ്ട ഗരിഷ്ഠദേഹ പൃഷ്ടാശു ദുഷ്ടജനുജോ പരിധൃഷ്ടഹാസം ആഘ്രാനമംബുജകരേണ ഭവന്തമേത്യ ഗോപാദുർഗിരിവരാദിവ നീലരത്നം. ഗ്രാവപ്രപാത പരിപിഷ്ട ഗരിഷ്ഠദേഹ ഭ്രഷ്ടാസു ദുഷ്ടതനുജോപരി. ഗ്രാവപ്രപാത, പാറപ്പുറത്ത് വീണ് തകർന്നു തരിപ്പണം. പരിപിഷ്ടം, പിഷ്ടം എന്ന് പറഞ്ഞാൽ പൊടിച്ചത് എന്നാണ്. പൊടിഞ്ഞുപോയി അവന്റെ ദേഹം. ഗരിഷ്ഠദേഹ, ആ വലിയ ദേഹം, വലിയ അസുരദേഹം. അതിനു മുകളിൽ ധൃഷ്ടഹാസം, ചിരിച്ചുകൊണ്ട്. ധൃഷ്ടഹാസം എന്ന് പറഞ്ഞാൽ പുഞ്ചിരി ധരിച്ചുകൊണ്ട്, അല്ലെ പുഞ്ചിരിയോടെ, ഒരു കൂസലുമില്ലാതെ. അംബുജകരേണ ആജ്ഞാനം ഭവന്തം, ഒരു കൂസലുമില്ലാതെ മന്ദഹസിച്ചുകൊണ്ട്, താമര കൈകൊണ്ട് അവനെ അടിച്ചുകൊണ്ടിരുന്ന അങ്ങയെ ഗോപാഹ ഏത്യ ഗിരിവരാത് നീലരത്നമിവ ദധുഹു. ഗോപന്മാരും ഗോപസ്ത്രീകളും ചേർന്ന് വലിയ പർവ്വതത്തിൽ നിന്ന് നീലക്കല്ലെടുക്കുന്നത് പോലെ അങ്ങയെ എടുത്തു. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ഏകൈകമാശു പരിഗൃഹ്യ നിഗാമനന്ദ നന്ദാദി ഗോപ പരിരബ്ധ വിചുംബിതാംഗം ആദാതു കാമ പരിശങ്കിത ഗോപനാരി ഹസ്താംബുജ പ്രപതിതം പ്രണുമോ ഭവന്തം. ഏകൈകമാശു പരിഗൃഹ്യ. ഏകൈകം എന്ന് പറഞ്ഞ ഓരോരുത്തരായിട്ട് വന്ന് വേഗം എടുത്തുകൊണ്ടും. നിഗാമ നന്ദനന്ദാദി ഗോപ പരിരബ്ധ വിചുംബിതാംഗം. നന്ദഗോപരും മറ്റു ഗോപന്മാരും ആനന്ദത്തോടെ മാറോടു ചേർത്തു പുണർന്ന് ചുംബിക്കുകയും ചെയ്തു. വിചുംബിതാംഗം, അംഗം ശരീരം, അങ്ങയുടെ ശരീരത്തിൽ ചുംബിക്കുകയും ചെയ്തു. ആദാതു കാമ പരിശങ്കിത ഗോപനാരീഹസ്തംബുജ പ്രപതിതം. അങ്ങയെ എടുക്കാൻ ആദാതു കാമ, കാമം ആഗ്രഹം. എന്തിനാണ് ആഗ്രഹം? അങ്ങയെ എടുക്കാനുള്ള ആഗ്രഹം. ആദാതു, എടുക്കുന്നതിന്. അങ്ങയെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും പരിശങ്കിത ഗോപനാരി, ആശങ്കപ്പെട്ട്, പരിശങ്കിതം എന്ന് പറഞ്ഞാൽ ആശങ്കപ്പെട്ട് നിൽക്കുന്ന ഗോപസ്ത്രീകളിലേക്ക് ചാടിപ്പോകുന്ന. ഹസ്താംബുജ പ്രപതിതം, പതിതം എന്ന് പറഞ്ഞ ചാടുക, വീഴുക എന്നൊക്കെ അർത്ഥം. ഭവന്തം പ്രണുമഹ, അങ്ങേ ഞങ്ങൾ
പ്രണമിക്കുന്നു. ഗോപസ്ത്രീകള് അങ്ങനെ ശങ്കിച്ച് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് എടുക്കണമായിരുന്നു, എന്നാലും ഈ ഗോപന്മാര് തരണില്ലല്ലോ എന്നൊക്കെ ഓർത്തവര് വിഷമിച്ച് നിൽക്കുമ്പോൾ ഭഗവാൻ അവരുടെ കൈകളിലേക്ക് ചാടി ചെന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ഭൂയോഭിഹിം പ്രണതാർത്തിഹാരി ഗോവിന്ദയേവ പരിപാലയദാസുതം ഇത്യാദി മാതരപിതൃപ്രമുഖൈസ്തദാനീം സംപ്രാർത്ഥിതസ്ത്വദവനായ വിഭോ ത്വമേവ. കിം नु കൃണുമഃ, ഞങ്ങൾ എന്തു ചെയ്യണം? പ്രണതാർത്തിഹാരി ഗോവിന്ദ ഏവ. പ്രണതാർത്തിഹാരി, പ്രണമിക്കുന്നവരുടെ ആർത്തിയെ, ദുഃഖത്തെ ഹരിക്കുന്നവനായ ഗോവിന്ദൻ തന്നെ. ഏവ എന്ന് പറഞ്ഞാൽ തന്നെ. പ്രണതാർത്തിഹാരി, പ്രണമിക്കുന്നവര്, അതായത് ഭക്തന്മാരുടെ ദുഃഖം, ആർത്തി എന്ന് പറഞ്ഞ ദുഃഖം, ഹാരി ഹരിക്കുന്നവൻ, ഇല്ലാതാക്കുന്നവൻ, അങ്ങനെയുള്ള ഭഗവാൻ ഗോവിന്ദൻ തന്നെ. ന സുതം ഭൂയഃ അപി നഹ, ഞങ്ങളുടെ സുതം, ഞങ്ങളുടെ പുത്രന്റെ, ഈ ഉണ്ണിയുടെ, ഭൂയഃ അപി, ഈ ഉണ്ണിയെ വീണ്ടും സംരക്ഷിക്കപ്പെടട്ടെ. പരിപാലയതാത് ഇത്യാദി എന്ന് പറഞ്ഞാൽ ഇപ്രകാരമെല്ലാം. മാതര പിതൃപ്രമുഖൈഹി തദാനീം, അവിടെയുള്ള ഗോപനാരികളെല്ലാം അമ്മമാരെ പോലെ തന്നെയാണ്. മാതര പിതൃപ്രമുഖൈഹി തദാനീം, അമ്മയും അച്ഛനും മറ്റു ഗോപപ്രമുഖന്മാരും എല്ലാവരും. വിഭോത്വദവനായ, വിഭോ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെ, അങ്ങയുടെ സംരക്ഷണം, ത്വദവനായ, ത്വത് അങ്ങയുടെ, അവനായ സംരക്ഷണത്തിന്, ത്വമേവ സംപ്രാർത്ഥിത, അങ്ങയെ തന്നെ പ്രാർത്ഥിച്ചു, അങ്ങയെ സംരക്ഷിക്കണമെന്ന്, അങ്ങ് സംരക്ഷിക്കപ്പെടണം എന്ന് അങ്ങയോട് തന്നെ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് തന്നെ അങ്ങയുടെ രക്ഷയ്ക്കായി പ്രാർത്ഥിച്ചു. വിഭോ ത്വദവനായ ത്വമേവ സംപ്രാർത്ഥിത. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. വാദാത്മകം ധനുജമേവ മയി പ്രതുന്യൻ വാദോദ്ഭവാൻ മമ ഗദാൻ കിമു നോ ധുനോഷി കിം വാ കരോമി പുനരപ്യനിലാലയേശ നിശേഷരോഗശമനം മുഹുരർത്ഥയേ ത്വാം. ഐ അനിലാലയേശ, അനിലൻ എന്ന് പറഞ്ഞാൽ വായു, ഗുരുവായൂരപ്പ എന്ന് തന്നെ. ഗുരുവായൂരപ്പ എന്നുള്ളത് വേറൊരു പദം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഏവം വാദാത്മകം ധനുജം പ്രധൂന്വൻ ത്വം, ഇങ്ങനെ ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം, വാദാത്മകം, വാദരൂപിയായ കാറ്റിന്റെ രൂപത്തിൽ വന്ന ധനുജം, അസുരനെ, പ്രധൂന്വൻ ത്വം, വധിച്ചു. പ്രധൂന്വൻ എന്ന് പറഞ്ഞാൽ വധിച്ച അങ്ങ്, ത്വം എന്ന് പറഞ്ഞാൽ അങ്ങ്. വാദോദ്ഭവാൻ മമ ഗദാൻ, വാദോദ്ഭവാൻ, വാദത്തിൽ നിന്ന്, അത് വാദരോഗത്തിൽ നിന്ന് എന്നാണ്. വാദം കാറ്റ് എന്ന അർത്ഥമുണ്ട്. വാദരോഗം ഇവിടെ രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്ന വാദരോഗമാണ്. വാദോദ്ഭവാൻ, ഉത്ഭവം ഉണ്ടായത്, വാദത്തിൽ നിന്ന് ഉണ്ടായ, വാദരോഗത്തിൽ നിന്നുണ്ടായ മമ ഗദാൻ, എന്റെ വിഷമങ്ങളെ, വേദനകളെ, കിമുനോ ധുനോഷി, ആ കാറ്റായി വന്ന അസുരനെ അങ്ങ് ക്ഷണത്തിൽ കൊന്നുകളഞ്ഞല്ലോ. എന്റെ ഈ വാദരോഗത്തെ അങ്ങ് എന്താണ് ഇതുവരെ മാറ്റം വരുത്താത്തത്? കിമുനോ ധുനോഷി, ശമിപ്പിക്കാത്തത്, അല്ലെങ്കിൽ ഇല്ലാതെയാക്കാത്തത്. കിം വാ കരോമി, ഞാൻ എന്ത് ചെയ്യണം? ഇനി ഞാൻ എന്ത് ചെയ്താലാണ് ഈ വാദരോഗത്തെ അങ്ങ് ഇല്ലാതെയാക്കുക? ഞാൻ ഈ ചെയ്യുന്നതൊന്നും പോരെ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരൂ എന്നാണ് മേൽപ്പത്തൂര് ചോദിക്കുന്നത്. പുനരപി നിശേഷ രോഗശമനം ത്വാം മുഹുരർത്ഥയേ, എന്റെ രോഗങ്ങളെയെല്ലാം, ഉള്ളിലുള്ള രോഗങ്ങളും ശരീര സംബന്ധിയായ രോഗവും മാത്രമല്ല, ഉള്ളിലുള്ള രോഗങ്ങൾ, അതായത് മനസ്സ് സംബന്ധമായ രോഗങ്ങളെയും ഇല്ലാതെയാക്കി തരുവാൻ മുഹുരർത്ഥയേ, മുഹു എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അർത്ഥയേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഈ ശ്ലോകത്തോടുകൂടി ഈ ദശകം ഇവിടെ സമാപിക്കുകയാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.
കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.